ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്നൊരു വീഡിയോ ഇടാൻ പോണ് തീൻ മിർച്ച് ക പനീർ. അതിനായിട്ട് ആദ്യം ഒരു 50 ml എണ്ണ, 1 ഗ്രാം ജീരകമിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം 2 പച്ചമുളക് കട്ട് ചെയ്തിടുക. അതുപോലെ തന്നെ 2 സവോള ഫൈൻ ചോപ്പ് ചെയ്തിട്ടുള്ള സവോള ഇടുക, നല്ലപോലെ മൂപ്പിക്കുക. അപ്പോൾ അതിന് കുറച്ച് ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മൂപ്പിച്ച് കിട്ടും. അതിനുശേഷം 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ആഡ് ചെയ്യുക. അടുത്ത ആഡ് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചമണം പോകുന്നവരെ നല്ല സ്ലോ ഫയറിൽ നല്ലപോലെ ഈ സവോളെല്ലാം ബ്രൗൺ ആകുന്നവരെ വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം ഒരു തക്കാളി നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഒരു തക്കാളി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള നമ്മുടെ മല്ലി, 1 ഗ്രാം മല്ലി, ക്രഷ് ചെയ്ത മല്ലി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. 1 ഗ്രാം ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുക. അതിനുശേഷം നല്ലപോലെ വഴറ്റുക. കുറച്ച് ഗരം മസാല, 1 ഗ്രാം ഗരം മസാല, 1 ഗ്രാമിൻ്റെ താഴെ ഗരം മസാല, 1 ഗ്രാം കസൂരി മേത്തി ഇത് ആഡ് ചെയ്തിട്ട് നല്ലപോലെ നമ്മൾ ഈ മസാലയെല്ലാം കുക്കാകുന്നവരെ സ്ലോ ഫയറിൽ വഴറ്റിയതിന് ശേഷം നമ്മൾക്കിതിൽ സ്പൈസസ് ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ജീരകം, റോസ്റ്റഡ് ജീര പൗഡർ കുറച്ച്, ഒരു 1/2 ടീസ്പൂൺ റോസ്റ്റഡ് ജീര പൗഡർ ഇട്ട് ഈ മസാലയുടെ പച്ചമണം പോകുന്നവരെ ഒന്ന് നല്ലപോലെ ഒന്ന് സോട്ട് കരിയാതെ നോക്കണേ. കാരണം ഇതിനകത്ത് ഓയിൽ കുറവായ കാരണം കരിയാതെ നോക്കണം. അതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിക്കുക. ആ വെള്ളം ഒഴിച്ചതിന് ശേഷം ആ മസാല ഈ വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ സ്ലോ ഫയറിൽ കുക്ക് ചെയ്യുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തിക്കാകുന്നവരെ നമ്മൾ ആ മസാല കുക്ക് ചെയ്യണം. അപ്പോൾ ഈ മസാലയുടെ റോ സ്മെല്ലെല്ലാം പോയതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് 3 വെറൈറ്റി ആയിട്ടുള്ള പെപ്പർ, റെഡ്, യെല്ലോ, ഗ്രീൻ, 3 പെപ്പറും ഇതെല്ലാം കൂടി ഒരു 30 ഗ്രാം, 3 പെപ്പറും കൂടി 30 ഗ്രാം പെപ്പറിട്ട് ഈ മസാലയുടെ കൂടെ ഒന്ന് വഴറ്റിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് ഒരു 100 ഗ്രാം മക്കനി ഗ്രേവി, ഞാനിത് ഫ്രോസൺ ചെയ്ത് വെച്ച കാരണം കൊണ്ടാണ് മക്കനി ഗ്രേവി ഇങ്ങനെ ഇരിക്കുന്നത്. ഈ 100 ഗ്രാം മക്കനി ഗ്രേവി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം വെള്ളം ഒഴിക്കുക. ഒരു 1.5 കപ്പ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1.5 കപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 200 ml വെള്ളം ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം ഈ മക്കനി ഗ്രേവി മെൽറ്റാകുന്നവരെ സ്ലോ ഫയറിൽ നമ്മൾ കുക്ക് ചെയ്യുക. അപ്പോൾ ഈ മക്കനി ഗ്രേവിയുടെ കൂടെ തന്നെ നമ്മുടെ പെപ്പറിൻ്റെ എല്ലാം മണമെല്ലാം ഇതിനകത്തോട്ട് ഗ്രേവിക്കകത്തോട്ട് ആഡ് ആയിക്കോളും. അതിനുശേഷം ഒരു നുള്ള് പഞ്ചസാര, ഒരു നുള്ളെന്ന് പറഞ്ഞാൽ ഏകദേശം 1 ഗ്രാം പഞ്ചസാര ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് നമ്മൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യുക. അതിനുശേഷം ഞാൻ പനീർ ഇതിനകത്തോട്ട് 250 ഗ്രാം പനീർ ഞാൻ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പനീർ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. പച്ചയ്ക്ക് വേണമെങ്കിൽ പച്ചയ്ക്ക് പനീർ ആഡ് ചെയ്യാം. ഇല്ലെന്ന് പറഞ്ഞാൽ ഫ്രൈ ചെയ്തിട്ടുള്ള പനീർ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഇതിനകത്തോട്ട് പച്ചയായിട്ടുള്ള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പനീർ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നല്ല സ്ലോ ഫയറിൽ ഒരു 5 to 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഈ വീഡിയോയിൽ ഗ്രേവി നല്ലപോലെ തിക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പനീറിൻ്റെ കളറെല്ലാം ഏകദേശം മാറിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം ക്രീം നമ്മുടെ 60 ml ക്രീം ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ക്രീം ആഡ് ചെയ്തതിന് ശേഷം ഈ ക്രീം ഇതിനകത്തോട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. 2 മുതൽ 3 മിനിറ്റ് വരെ സ്ലോ ഫയറിൽ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ നമ്മുടെ ക്രീമിൻ്റെ ടേസ്റ്റ് എല്ലാം ഗ്രേവിക്കകത്തോട്ട് ഇറങ്ങും. നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി കിട്ടും നമുക്ക് ഗ്രേവി. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റും കൂടി കിട്ടും. ഇതിൻ്റെ ടേസ്റ്റ് നല്ലപോലെ കൂടി കിട്ടും. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അതിനുശേഷം ഒരു ബോളിലോട്ട് മാറ്റുക. ഇതിൻ്റെ കൂടെ നമ്മൾ ചപ്പാത്തി, പുലാവ് എല്ലാം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഞാൻ ഗാർണിഷിനായിട്ട് കുറച്ച് പനീർ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് മുകളിൽ കൂടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കൊറിയാണ്ടറും ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്.